ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഞാൻ എല്ലാ ഈവനിങ്ങും ചെയ്യുന്നൊരു പരിപാടിയാണ് ഇപ്പം അക്വഡക്റ്റ് ബ്രിഡ്ജിൽ പോകുന്നത് ഗൈസ്. അത് ഞാൻ എല്ലാ ഈവനിങ്ങും തുടരും ഗൈസ്. എന്നറിയോ, നമ്മളെ മനസ്സിൽ എന്തെങ്കിലും സങ്കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും കോപമോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് വിഷമമോ എന്ത് വികാരങ്ങളായിക്കോട്ടെ, അക്വഡക്റ്റ് ബ്രിഡ്ജിൽ പോയി ഇരുന്നാൽ ഫീൽ ഗുഡ്, ഒരു പോസിറ്റീവ് എനർജി ഗൈസ്. എന്തായാലും എല്ലാവരും ലൈക്ക് അടിക്കുക. ഞാൻ കുറച്ച് ബ്രേക്കിന് ശേഷം വ്ളോഗിലേക്ക് തിരിച്ച് വ്ളോഗ് ചെയ്യുകയാണ് ഗൈസ്. ഞാനിപ്പോൾ ഒരു വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ണൂരിലും പോയിരുന്നു. അത് ഞാൻ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. കുറച്ച് മണ്ടത്തരങ്ങളുണ്ട് ആ വ്ളോഗിൽ, അത് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക ഗൈസ്. എന്തായാലും എല്ലാവരും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇങ്ങനെ കമൻറ്റ് ചെയ്യാതിരിക്കല്ലേ, കമൻറ്റ് ബോക്സ് കാലിയാക്കല്ല. എന്തെങ്കിലുമായിട്ട് കമൻറ്റ് ചെയ്യുക, റിപ്ലൈ പറ്റുമെങ്കിൽ ഇടും, കണ്ടാൽ ഞാൻ ഇടും, കണ്ടാൽ ഇടാണ്ടിരിക്കില്ല. കുറേ കമൻറ്റ്സിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് കുറേ കമൻറ്റും അതിന് റിപ്ലൈ ഗൈസ്. അങ്ങനെ അക്വഡക്റ്റ് ബ്രിഡ്ജിലേക്ക് എത്തിയിട്ടാണ്. ഇവിടുന്ന് ഗൈസ് ഇന്ന് കുറച്ച് ലേറ്റായി, അതുകൊണ്ട് എനിക്കൊന്ന് വ്യൂ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ലേ, കുറച്ച് ലേറ്റായി. ഈ റോട്ടിൽ നേരെ ഇങ്ങനെ പോവുക, എന്നിട്ട് നേരെ ഒരു വളവില്ല, നേരെ പോയി അക്വഡക്റ്റ് ബ്രിഡ്ജ് എത്തി ഗൈസ്. ഇതിൻ്റെ ഈ പോകുന്ന വഴിക്ക് തന്നെ മുച്ചിലോട്ട് കാവുണ്ട് ഗൈസ്, മുച്ചിലോട്ട് ഭഗവതി കാവുണ്ട്. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അക്വഡക്റ്റ് ബ്രിഡ്ജിൽ പോകുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ. അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നറിയില്ലേ. അത് നോക്കറോ, ഇങ്ങനെയുള്ള പ്ലേസാണ്. സൺസെറ്റ് ഉണ്ടാവേണ്ടതാണ് ഗൈസ്, പക്ഷേ പോയി നോക്കേണ്ടി വരും. പിന്നെ വേറൊരു ഇടമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ എൻ്റെ ശബ്ദം നല്ലോണം കൂടുതലായിട്ട് തിരിയും. അതെന്നറിയോ, ഇപ്പം ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തെല്ലോ മാറ്റങ്ങൾ സംഭവിച്ചു ഫോണിന്. അത് ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വെറുതെ ഞാൻ വ്ളോഗ് ചെയ്ത് ഒരു വ്ളോഗ് ഞാൻ ചെയ്തു. ആ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വെറുതെ ചെയ്തതാണ്. ആ വ്ളോഗ് ഞാൻ കേട്ട് നോക്കുമ്പം എൻ്റെ ശബ്ദം മൊത്തം ഹൈ ആയി. എന്നിട്ട് ഇങ്ങനെ കൊതക്കുന്നൊരു ശബ്ദം ഉണ്ടല്ലേ, കതപ്പ് എന്ന് പറയുന്നത്, ആ ശബ്ദം ഫുൾ ഹൈ. അതായത് എൻ്റെ ശബ്ദത്തിനെക്കാളും കൂടുതൽ കതപ്പ് വരുന്ന സൗണ്ടാണ്. അതെന്താണെന്നറിയില്ല, ഈ വ്ളോഗിൽ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഫോണിൻ്റെ പ്രശ്നമൊന്നും, അപ്ഡേറ്റ് ചെയ്തപ്പോൾ ചെറിയ എന്തോ ഹൈ ആയി. എന്താണെന്ന് അറിയില്ല. ഞാൻ ഇന്നലെ അപ്ഡേറ്റ് ചെയ്ത ഫോൺ, ഇന്നലെ കുറച്ച് മിനിഞ്ഞാണ് ഫോൺ അപ്ഡേറ്റ് ചെയ്തത്. യെസ്, അക്വഡക്റ്റ് ബ്രിഡ്ജത്തിലെത്തിയിട്ടാ. അക്വഡക്റ്റ് ബ്രിഡ്ജിൽ കുറച്ച് ആളുണ്ട് കേട്ടാ. ഇതാണ് മുച്ചിലോട്ട് ഭഗവതിക്കാവ്. ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ അക്വഡക്റ്റ് ബ്രിഡ്ജിലെത്തിയിട്ടാ. സൺസെറ്റ് എല്ലാം പോയി, സണ്ണെല്ലാം സെറ്റായി കഴിഞ്ഞ് കുറച്ച് ലേറ്റായി. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു 6 മണിക്ക് എത്തുന്നത്, ഇന്ന് 6:30, ഒരു അരമണിക്കൂർ ലേറ്റായി. എന്നാലും നല്ല വ്യൂ ആണ് ഗൈസ്. നോക്കിയാൽ താഴെ വയൽ, ഇപ്പുറത്തെ വയൽ ഗൈസ്. നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് ഒരു 5 മാസം 6 മാസം മുമ്പ് ഒരു വീഡിയോ ഉണ്ട് അക്വഡക്റ്റ് ബ്രിഡ്ജിൽ. മുമ്പ് ഞാനും ക്യൂർദ്രീം ഇവിടെ വന്നതിനായിരുന്നു. ഒരു വ്ളോഗ് ഉണ്ട് ഗൈസ്, 5 മാസം മുമ്പത്തെ ഒരു വ്ളോഗ് ഉണ്ട് ഇവിടെ വരുന്നത്. പക്ഷെ അന്നേരം എനിക്കറിയില്ലല്ലോ, അറിയാം. പക്ഷേ ഇത്രയും നല്ല സ്ഥലം ഗൈസ്, ഇവിടെ ഇരിക്കുമ്പം വേറെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഗൈസ്. ഇവിടെ അടുത്തുള്ളവർ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക. എല്ലാവരും ഇരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുക. ഇവിടെ എല്ലാവരും ഇരിക്കും. ഇന്ന് കുറച്ച് ആൾ കുറവാണെന്നാണ് അറിയില്ല. ഇന്നലെ നല്ല ആൾക്കാരുണ്ട്. ഞാൻ എല്ലാ ഈവനിങ്ങും ഇതെനിക്കൊരു ഡെയിലി ഇതെൻ്റെ ഹോബിയായി മാറി ഇവിടെ വരുന്നത്. നല്ല അടിപൊളിയാണ്. ഗൈസ്, വയലിൽ നിന്ന് കുറേ പേര് ക്രിക്കറ്റെല്ലാം കളിക്കുന്ന കാണാം. ഈ കമ്പീൻ്റെ അടിക്ക് ഇങ്ങനെ ഇരുന്നാൽ വേറെ തന്നെ ഫീലാണ്. ഈ കമ്പീൻ്റെ അടിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് താഴെ ക്രിക്കറ്റ് കളിക്കുന്ന നോക്കി നോക്കുക, നല്ല വൈബാണ് ഗൈസ്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ആഹേൻ്റെ ഒരു വീഡിയോ ആണല്ലേ, ഒരു ഗ്ലിംസ് ആയിട്ടാണ് ഞാൻ ഇട്ടത് ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വ്ളോഗ് അപ്പ് ചെയ്യുന്നത് ഒന്നിക്ക് ഇതായിരിക്കും, അല്ലെങ്കിൽ വേറൊരു വീഡിയോ എടുക്കാം. അതാണ് ഉറപ്പില്ല, ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ പിന്നെ ചെയ്യുന്നുണ്ടാവുക ഗൈസ്. എന്തായാലും ഇതെനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇതിനെ വെറുതെ ചെയ്യാൻ വിചാരിച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ ഇവിടെ വരുന്നതാണ്. അതിലൊന്ന് വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. ഇതെന്താ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ബ്ലാക്ക് ആവുന്നു, എന്തെല്ലോ പ്രശ്നമുണ്ട്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ സൗണ്ടിൻ്റെ കാര്യത്തിൽ നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി ഗൈസ്. മൈക്ക് വാങ്ങാൻ വേണ്ടി ഇന്ന് കണ്ണൂരിൽ പോയി ഗൈസ്. നല്ല റേറ്റ് ഉണ്ട്, 4000-ൻ്റെ മൈക്ക്. ഞാൻ ശരിക്കും ഒരു 700-ൻ്റെ അല്ല 800-ൻ്റെ മൈക്ക് നോക്കിയിട്ടേ പോയത്. ആടെ പോയി നോക്കുമ്പോൾ 4000. ഞാൻ ഇടയിൽ വിളിച്ച് വെച്ചിട്ട് പോയത് നിക്ഷാനിൽ ഗൈസ്. എന്തായാലും അടുത്ത് തന്നെ ഒരു മൈക്ക് വാങ്ങണം ഗൈസ്. വ്ളോഗിനൊന്നൊരു ക്വാളിറ്റി ഇല്ല, അതാ ഗൈസ്. ഈ വീഡിയോ അത്ര എനിക്കിപ്പോൾ ഇൻട്രോ എടുക്കുമ്പോഴേ കയ്യെല്ലാം വറക്കുന്ന ഗൈസ്. എന്താണെന്ന് അറിയില്ല ഗൈസ്. കുറച്ച് ഞാൻ ഈ ഗായ്സ് എന്നുള്ളത് പറയുന്ന കൂടുന്നുണ്ട്, അത് ഞാൻ കുറക്കാൻ ശ്രമിക്കും. അത് എന്താ അത് ശീലമായിപ്പോയി. അതുപോലെ തന്നെ ഈ ഒരു വ്ളോഗ് ചെയ്യാണ്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ല, കൈ വറക്കും മീൻസ് ഒരു മടി, വ്ളോഗ് എടുക്കുക ഒരു മടി, അത് മാറ്റണം. സത്യം പറയല്ല, ഞാൻ ഒരു വ്ളോഗറോ ഒന്നുമല്ല. എനിക്ക് ഇതെൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു വഴി ഇതാ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പം
ചാനൽ നല്ല ഇതായേക്കാം, പറയാൻ കഴിയില്ലല്ലോ, ഒന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതാ നല്ല സുഖമാണ് കേസ് ഇവിടെ ഇരിക്കാൻ. ഈ നാൾ കുറവായതുകൊണ്ട് എനിക്ക് എങ്ങനെ വ്ളോഗ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് കേസ്, എനിക്ക് ആളുണ്ടാവാൻ പറ്റില്ല, വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല, അതും മാറ്റണം. അപ്പോൾ നമുക്ക് ഈ സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ പേടിക്കാൻ പാടില്ല, അതായത് എനിക്ക് മാറ്റണമെന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്കിപ്പം ഇപ്പം അക്കുഡേറ്റ് പേട്ടത്ത് നല്ലോണം ആൾക്കാരുണ്ടാവുന്ന, ഇന്നെന്തോ ഭാഗ്യത്തിന് ആളില്ല, അങ്ങ് കുറച്ച് ആൾക്കാരുണ്ട്, 2-3 ആൾക്കാർ അങ്ങുണ്ട്, ചെറുതായിട്ട് കാണുള്ളൂ. അന്നേരം ഇങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് എടുക്കാം. പക്ഷേ ആളധികം ഉണ്ടാകുമ്പോൾ നമുക്ക് വ്ളോഗ് എടുക്കാൻ പേടി. ഇതെല്ലാം മാറ്റണം. എനിക്ക് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട് കേസ്, ഒക്കെ മാറ്റിയേ പറ്റൂ. ഈ വ്ളോഗ് ചെയ്യുമ്പോൾ പേടി മീൻസ് ചെയ്യാണ്ട് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവും, അതിപ്പോൾ ആരായാലും ഉണ്ടാവും. ആ ഒരു പേടി മാറ്റണമെന്നുണ്ട്. പിന്നെ സ്ട്രേഞ്ചേഴ്സിൻ്റെ മുമ്പിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നത് അത് ചെയ്യാൻ തുടങ്ങണം, അതൊരു മാറ്റം വരുത്താനുണ്ട്. പിന്നെ ഈ ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും മാറ്റം വരുത്താനുണ്ട്. പിന്നെ എന്താ മാറ്റം വരുത്താനുള്ളത്? ഇല്ല, പിന്നെ വേറെ ഒന്നും മാറ്റം വരുത്താനില്ല. പിന്നെ ഈ സൗണ്ട് ക്വാളിറ്റീൻ്റെ മാറ്റം വരുത്താനുണ്ട്. പക്ഷേ അത് മൈക്ക് വാങ്ങാണ്ടാവില്ല, വേറെ ഒന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല, ആ മൈക്ക് വാങ്ങാണ്ടാവില്ല. അതെന്ത് എഡിറ്റില്ല ചിലപ്പോൾ നല്ല രീതിയിലാവുമായിരിക്കാം, പക്ഷേ മൈക്ക് ഉണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവുക. മൈക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്കേണ്ടി വരില്ല, മറ്റേ ബാക്ക് ക്യാമറ കൊണ്ട് വ്ളോഗ് എടുക്കും, ഇത് ഫ്രണ്ട് ക്യാമറനെ കൊണ്ടല്ലോ എടുക്കുന്നത്, അത് മാറ്റണം. ഗൈസ് ഒന്നും കൂടി കാണിച്ചു തരാം. അയ്യോ ഫോക്കസ് വന്നില്ലല്ലോ. ഗൈസ് ഒക്കെ പിടിച്ച അടിയിലോട്ട് റോഡെല്ലാം ഉണ്ട് കേട്ടോ. ഗൈസ് മേലെ നോക്കിയ ഒരു സാധനം പോകുന്നുണ്ടോ? ഇതെന്താ ഫ്ലൈറ്റാ ജെറ്റാ എന്തോ പോകുന്നുണ്ട്. മിസൈലാമോ ലാസ്റ്റ്? മിസൈൽ ഇങ്ങോട്ടെല്ലാം വിട്ടാ നോക്കിയാൽ മേലെ എന്തോ പോകുന്നുണ്ട്. ഗൈസ് മിസൈൽ എന്നല്ല, വേറെ ഫ്ലൈറ്റായിട്ട് പോകുന്നതായിരിക്കും. ഞാൻ മിസൈലാണ്. ഗൈസ് ഈ ക്യാമറ ഇങ്ങനെ കുലുങ്ങുന്നൊരു സംഭവമുണ്ട്, അതെന്തോ ആയിപ്പോയതാ, സെറ്റിങ്സിലെന്തോ മാറ്റം വന്നതാ, അതും മാറ്റാം. കുറേ മാറ്റം വരുത്തുന്നുണ്ട്, ജീവിതം മൊത്തം മാറ്റണം, ഫുൾ റിപ്പയർ സെറ്റാക്കണം ജീവിതം മൊത്തത്തിൽ. ഗൈസ് നോക്കിയാൽ മേലെ നോക്കിയാൽ പോകുന്നുണ്ടോ? തന്ന സാധനം അറിയില്ല. ഗൈസ് താഴെ നല്ല വയലാണ്, അപ്പുറത്തെ ഇവിടെ ക്രിക്കറ്റും കളിക്കുന്നുണ്ട് കുറച്ച് പിള്ളേർ. ഫോക്കസ് ആവുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതെന്താണെന്നറിയില്ല. ഗൈസ് എന്തായാലും ഇത് ഞാനൊരു ഷോർട്ട് വ്ളോഗ് ചെയ്തതാണ്. ഇനി അങ്ങോട്ട് വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. ഞാൻ കുറച്ച് വ്ളോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് മണ്ടത്തരങ്ങളുള്ള വ്ളോഗാണ്, അതൊന്ന് സെറ്റാക്കി ഒന്ന് കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളും കട്ട് ചെയ്ത് സെറ്റായിട്ട് ഞാനത് അപ്പ് ചെയ്യാം ഗൈസ്. പിന്നെ നമ്മളെ സോങ്ങിൻ്റെ കാര്യം ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ വേറെ 2 സോങ്ങിൻ്റെ കാര്യം വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഉടൻ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേഗം തന്നെ റിലീസ് ചെയ്യണമെന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ മെയ് അടുത്തത് മെയ് അല്ലേ, ഏപ്രിൽ മെയ് ഇന്ന് ഇപ്പോൾ ഏപ്രിലല്ലേ, അടുത്ത മെയ്യിലാണെന്ന് റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാം. കുറച്ച് വർക്കുണ്ട് ഗൈസ്. പിന്നെ വേറെ 2 സോങ്ങിൻ്റെ വർക്കും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പോലും അറിഞ്ഞ സ്റ്റുഡിയോ ഒക്കെ എടുത്ത് സ്റ്റാർട്ടാക്കിയതാണ്. ഞാൻ അതിൻ്റെ വേഗത്തിൽ തന്നെ ഞാൻ ഓടേണ്ടി വരും കുറച്ച് ഗൈസ്. എന്തായാലും എല്ലാ സോങ്ങും വേഗം തന്നെ വരും. ഓക്കെ ഗൈസ്, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുതിയൊരു വ്ളോഗായി വീണ്ടും വരാം ഗൈസ്. ബൈ. ഞാൻ ചെയ്തതെല്ലാം എങ്ങനെയാണെന്നുണ്ടെന്ന് അറിയില്ല, ഞാൻ ഇതിനെ കണ്ടു നോക്കണം. ഞാൻ ഈ വ്ളോഗ് എന്താ ഞാൻ കൂടുതൽ സംസാരിച്ചത്, എല്ലാം മറന്നുപോയി. ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് അപ്പ് ചെയ്യുക ഗൈസ്. ബൈ.